നമ്മുടെ സിലബസിൻ്റെ 10th മോഡ്യൂളിലെ ഒരു ടോപ്പിക്കാണ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ? സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എർത്തിലെ 2 പോയിൻറ്റുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പക്ഷേ ആരുടെ ഹെൽപ്പോടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൻ്റെ ഹെൽപ്പോടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് യൂസ് ചെയ്തിട്ട് എർത്തിലെ 2 പോയിൻറ്റുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നതിനെയാണ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന സാറ്റലൈറ്റിനെ വിളിക്കുന്ന പേരെന്നാണ്? കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പം കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് വഴിയാണ് നമ്മൾ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നത്. അതുപോലെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ യൂസ്ഫുൾ ആവുന്നത് എവിടെയാണ്? ഇപ്പം വെരി ലാർജ് ഡിസ്റ്റൻസിൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ, എസ്പെഷ്യലി ഓവർ ദ ഹൊറൈസണിനും അപ്പുറം ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ്. നമുക്ക് വെരി ലാർജ് ഡിസ്റ്റൻസ്, അതായത് എർത്തിൻ്റെ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്കുള്ള ട്രാൻസ്മിഷൻ കമ്മ്യൂണിക്കേഷൻ, അതിനൊക്കെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ ശരിക്കും നമ്മുടെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഒരു റിലേ സ്റ്റേഷനായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എർത്തിനെ റിവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഒരു റിലേ സ്റ്റേഷനായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ പറയാൻ കാരണം എന്താ? എർത്തിലെ ഒരു പോയിന്റിൽ നിന്നും നമ്മൾ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പം എർത്തിലെ ഒരു പോയിന്റിൽ നിന്നും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ ഈ സാറ്റലൈറ്റ്, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് റിസീവ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിനെ റീട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം സാറ്റലൈറ്റ് ശരിക്കും ഒരു റിലേ സ്റ്റേഷനായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കാരണം എന്താണ്? എർത്തിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് അയക്കുന്ന സിഗ്നൽ സാറ്റലൈറ്റ് റിസീവ് ചെയ്തിട്ട് ഈ സാറ്റലൈറ്റ് അതിനെ റീട്രാൻസ്മിറ്റ് ചെയ്യും, വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യും. എങ്ങോട്ടാണ്? എർത്തിലെ വേറെ ഏതെങ്കിലും ഒരു ലൊക്കേഷനിലേക്കാണ് റീട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അവിടെ ഏത് പോയിന്റിലേക്കാണോ റീട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അവിടെയുള്ള ഡിവൈസ് ഈ സിഗ്നലിനെ ക്യാപ്ചർ ചെയ്യുന്നു. അതാണ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ് GPS നാവിഗേഷൻ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ വഴിയാണ് നടക്കുന്നത്. അതുപോലെ റിമോട്ട് ഇൻ്റർനെറ്റ് ആക്സസും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ വഴിയാണ്. ഇനി നമുക്ക് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ്റെ ബ്ലോക്ക് ഡയഗ്രം നോക്കാം. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ്റെ ബ്ലോക്ക് ഡയഗ്രത്തിനകത്തെ മെയിൻ കമ്പോണൻസ് ഒന്ന് ട്രാൻസ്മിറ്ററാണ്. ട്രാൻസ്മിറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേര് ട്രാൻസ്മിറ്റിംഗ് എർത്ത് സ്റ്റേഷൻ എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എർത്തിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പം എർത്തിലെ ഏത് പോയിന്റിൽ നിന്നാണോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അതാണ് ട്രാൻസ്മിറ്റിംഗ് എർത്ത് സ്റ്റേഷൻ. അപ്പം ഈ ഇൻഫർമേഷൻ സിഗ്നൽ എങ്ങോട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? സാറ്റലൈറ്റിലേക്കാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എർത്തിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ഇൻഫർമേഷൻ സാറ്റലൈറ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതാണ് ട്രാൻസ്മിറ്റർ അഥവാ ട്രാൻസ്മിറ്റിംഗ് എർത്ത് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇനി സാറ്റലൈറ്റ് ട്രാൻസ്പോണ്ടർ അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഇതെന്താ ചെയ്യുന്നത്? ഇത് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റിലാണ് ഉള്ളത്. സ്പേസിലുള്ള കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റിലാണ് സാറ്റലൈറ്റ് ട്രാൻസ്പോണ്ടർ ഉള്ളത്. ഇത് എർത്തിൽ നിന്ന് വരുന്ന സിഗ്നലിനെ റിസീവ് ചെയ്തിട്ട് ആംപ്ലിഫൈ ചെയ്തിട്ട് ഇതിനെ റീട്രാൻസ്മിറ്റ് ചെയ്യും. പക്ഷേ ഇതിനൊരു വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടാണ് ഇതിനെ ട്രാൻസ്പോണ്ടർ എന്ന് വിളിക്കുന്നത്? ഇതിനെ ട്രാൻസ്പോണ്ടർ എന്ന് വിളിക്കാൻ കാരണം ഇത് എർത്തിൽ നിന്ന് റിസീവ് ചെയ്യുന്ന സിഗ്നലിൻ്റെ ഫ്രീക്വൻസി മാറ്റി വേറൊരു ഫ്രീക്വൻസിയിലാണ് താഴേക്ക് സെൻഡ് ചെയ്യുന്നത്. വീണ്ടും എർത്തിലേക്ക് സെൻഡ് ചെയ്യുന്നത് വേറെ ഫ്രീക്വൻസിയിലാണ്. അങ്ങനെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിതിനെ ട്രാൻസ്പോണ്ടർ എന്ന് വിളിക്കുന്നത്. അപ്പം സാറ്റലൈറ്റ് ട്രാൻസ്പോണ്ടർ എന്താ? സാറ്റലൈറ്റിലുള്ള ഒരു ഡിവൈസാണ് സാറ്റലൈറ്റ് ട്രാൻസ്പോണ്ടർ. എർത്തിൽ നിന്ന് വരുന്ന സിഗ്നലിനെ ക്യാപ്ചർ ചെയ്യും, ഇതിനെ എന്ത് ചെയ്യും? ആംപ്ലിഫൈ ചെയ്യും, വേറൊരു ഫ്രീക്വൻസിയിലേക്ക് മാറ്റിയിട്ട് വീണ്ടും എർത്തിലേക്ക് തന്നെ ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. അടുത്തൊരു പാർട്ടാണ് റിസീവർ അഥവാ റിസീവിംഗ് എർത്ത് സ്റ്റേഷൻ. ഇതെന്താ ചെയ്യുന്നത്? ഇതെന്ന് പറയുന്നത് എർത്തിലെ ഒരു ഡെസ്റ്റിനേഷൻ ഡിവൈസ്, അതായത് സാറ്റലൈറ്റ് ട്രാൻസ്പോണ്ടർ സെൻഡ് ചെയ്യുന്ന സിഗ്നലിനെ ക്യാപ്ചർ ചെയ്യുക അല്ലെ റിസീവ് ചെയ്യുന്ന എർത്ത് സ്റ്റേഷനാണ് റിസീവിംഗ് എർത്ത് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ ട്രാൻസ്മിറ്ററിൽ നിന്ന് സാറ്റലൈറ്റിലേക്ക് അയക്കുന്ന ട്രാൻസ്മിറ്ററിൽ നിന്നും സാറ്റലൈറ്റിലേക്ക് അയക്കുന്ന ഫ്രീക്വൻസിയാണ് അപ്ലിങ്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ട്രാൻസ്മിറ്ററിൽ നിന്നും സാറ്റലൈറ്റിലേക്കുള്ള കമ്മ്യൂണിക്കേഷനാണ് അപ്ലിങ്ക് കമ്മ്യൂണിക്കേഷൻ. അതിനുള്ള ഫ്രീക്വൻസിയാണ് അപ്ലിങ്ക് ഫ്രീക്വൻസി. സാറ്റലൈറ്റിൽ നിന്നും എർത്തിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ അതാണ് ഡൗൺലിങ്ക്. അത് സെൻഡ് ചെയ്യുന്ന ഫ്രീക്വൻസിയാണ് ഡൗൺലിങ്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്ലിങ്ക് ഫ്രീക്വൻസി എപ്പോഴും ഡൗൺലിങ്ക് ഫ്രീക്വൻസിയേക്കാളും കൂടുതലായിരിക്കും.
കാരണം ഈ ഡൗൺ ലിങ്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് സാറ്റലൈറ്റ് തിരിച്ച് എർത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ്. സാറ്റലൈറ്റിന് അവിടുന്ന് ഹൈ പവർ ജനറേറ്റ് ചെയ്യാനായിട്ട്, ഹൈ പവറുള്ള ട്രാൻസ്മിറ്റേഴ്സ് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഹൈ പവർ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടാണ്. അതതിന് പവർ ലോസ് ഉണ്ടാക്കും. സോ ഹൈ പവറുള്ള ഹൈ ഫ്രീക്വൻസി സിഗ്നൽ എപ്പോഴും ജനറേറ്റ് ചെയ്യുന്നത് എർത്തിൽ നിന്നായിരിക്കും. സോ അപ്പ് ലിങ്ക് ഫ്രീക്വൻസി ആയിരിക്കും എപ്പോഴും കൂടുതൽ. ഡൗൺ ലിങ്ക് ഫ്രീക്വൻസി അപ്പ് ലിങ്ക് ഫ്രീക്വൻസിയേക്കാളും കുറവായിരിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സാറ്റലൈറ്റ് ഫ്രീക്വൻസി ബാൻഡ്സ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ആ ബാൻഡ്സിൻ്റെ കൂടെ ഓരോ ബാൻഡിൻ്റെ അപ്ലിങ്കും ഡൗൺലിങ്കും ഫ്രീക്വൻസി നമ്മൾ നോക്കും. ഇനി നമുക്ക് നോക്കാനുള്ളത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ആപ്ലിക്കേഷൻസിൽ ടെലികോം നെറ്റ്വർക്ക്സിനകത്ത് ആപ്ലിക്കേഷനുണ്ട്. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വോയിസ്, ഇമേജ്, വീഡിയോ, അതുപോലെ ഡേറ്റ, ഇതൊക്കെ ലോങ് ഡിസ്റ്റൻസിൽ, വെരി ലോങ് ഡിസ്റ്റൻസിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ടെലികോം നെറ്റ്വർക്ക്സിൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. റേഡിയോ ആൻഡ് TV ബ്രോഡ്കാസ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്. സോ ടെലികോം നെറ്റ്വർക്ക്സിൽ നമ്മൾ വോയിസ്, വീഡിയോ, പിന്നെ ഓഡിയോ, പിന്നെ ഡേറ്റ, ഇമേജസ്, ഡേറ്റ, ഇതൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. TV ആൻഡ് റേഡിയോ ബ്രോഡ്കാസ്റ്റിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നാവിഗേഷൻ പർപ്പസിൽ GPS നാവിഗേഷൻ ചെയ്യുന്നുണ്ട്. അതിന് സാറ്റലൈറ്റാണ് യൂസ് ചെയ്യുന്നത്. ട്രാഫിക് മാനേജ്മെൻറ്റും എയർ ട്രാഫിക് കൺട്രോളിനുമൊക്കെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ അതുപോലെ മിലിറ്ററി ആൻഡ് ഡിഫൻസ് ഓപ്പറേഷൻസിന് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ട് വെതർ ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. വെതർ ഫോർകാസ്റ്റിംഗ് ഉണ്ട്. എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ നമുക്ക് ഒബ്സർവ് ചെയ്യാം, ഡേറ്റ കളക്ട് ചെയ്യാം. വെതർ ഫോർകാസ്റ്റിംഗ്, റിമോട്ട് സെൻസിങ്, അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലുണ്ട്. അഗ്രികൾച്ചർ, സ്മാർട്ട് അഗ്രികൾച്ചറിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്.